നമസ്കാരം. ഞാൻ സന്തോഷ് അമ്പലത്തറ. ഇന്ന് നമ്മൾ പറയുന്നത് പുതുവർഷ ഫലങ്ങൾ 2026 പുതുവർഷ ഫലങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രഹങ്ങളുടെ ഫലങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ കൂറുകാർക്കും അല്ലെങ്കിൽ ഓരോ നക്ഷത്രത്തിനും നല്ല ഫലങ്ങളും മോശമായ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ ഇത് 100% ഈ പറയുന്ന ഗുണങ്ങളായാലും ദോഷങ്ങളായാലും നിങ്ങളുടെ അനുഭവത്തിൽ ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല. കാരണം നിങ്ങളുടെ ജാതക പരിശോധന നടത്തേണ്ട ഒരു കാര്യം ഇത് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ വിശ്വാസമുള്ള ഒരു ജ്യോതിഷനെ സമീപിച്ച് നിങ്ങളുടെ ജാതകം പരിശോധിപ്പിച്ച് ഇത് എത്രത്തോളം നമുക്ക് അനുഭവയോഗ്യമാണ് എന്നുള്ളത് വിലയിരുത്തുക. നമ്മൾ പൊതുഫലങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന നക്ഷത്രം പൂയം നക്ഷത്രത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൂയം നമുക്കറിയാം, കർക്കിടക രാശിയിലാണ് പൂയം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. പൂയത്തിൻ്റെ അല്ലെങ്കിൽ കർക്കിടകക്കൂറിൻ്റെ 12-ലാണ് വ്യാഴം വരുന്നത് ഈ സമയത്ത്. അതുപോലെ തന്നെ ശനി 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അപ്പോൾ നമുക്കറിയാം, 12-ൽ വ്യാഴം വന്നു കഴിഞ്ഞാലുള്ള ഫലം, തേരിൽ കയറി യാത്ര ചെയ്താലും വിപരീതമായ പല ദുർനിമിത്തങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളും അനുഭവത്തിൽ വരാൻ സാധ്യത സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതിന് പരിഹാരങ്ങളും മറ്റ് ഈശ്വര വിധികളൊക്കെ ഉണ്ട് എങ്കിലും പൊതുവെ വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ ഈശ്വരാനുഗ്രഹ കുറവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ഈ സമയത്ത് അനുഷ്ഠിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്താണ് പിന്നെ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം. അപ്പം ആവശ്യമില്ലാതെ വൈരമുണ്ടാവാനുള്ള സാധ്യത, മറ്റുള്ളവരുമായിട്ട് കലഹങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും, ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ പോയി ഇടപെട്ട് നമുക്ക് ഒരുപാട് മാനസികമായും സാമ്പത്തികമായുമുള്ള പ്രയാസങ്ങൾ ഏർപ്പെടാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ദോഷവശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ സമയദോഷങ്ങൾ പരിഹരിക്കാനും ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാനും സാധിക്കും. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണക്രമങ്ങളും വ്യായാമവും ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നവർ കറക്റ്റായിട്ടുള്ള മെഡിസിൻ എടുക്കുകയും നിങ്ങളുടെ ഡോക്ടറെ യഥാസമയങ്ങളിൽ കണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഈ ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ മോചനം ലഭിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മോചനം വരുത്താൻ പറ്റുന്ന ഒരു കാലയളവായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബന്ധനത്തിന് അല്ലെങ്കിൽ ബന്ധിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സ്നേഹം കൊണ്ടായാൽ പോലും അല്ലെങ്കിൽ കടബാധ്യത കൊണ്ടായാലും മറ്റുള്ളവർ തടഞ്ഞു വെക്കുവാനുള്ള ഒരു സാധ്യത, അത് നിയമപാലകരാവാം അല്ലെങ്കിൽ വ്യക്തികളാവാം, നമ്മളെ തടയപ്പെടുവാനുള്ള ഒരു സാധ്യത ഉള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാതെ കാശ് വഴക്കുകളും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോയി ഇടപെടുന്നവർ വളരെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ബന്ധന യോഗം ഈ സമയത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള പ്രയാസങ്ങളിൽ പോയി പെടാതിരിക്കാൻ ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിലും നമ്മുടെ വണ്ടി നമ്മൾ ഒരു ഉദ്ദേശിച്ച സ്ഥാനത്ത് പോകുമ്പോൾ മണിക്കൂറുകളോളം ട്രാഫിക് ജാമിൽ പെട്ട് കിടക്കേണ്ടി വരിക, നമ്മൾ പോകുന്ന വാഹനം പിന്നെ പണിമുടക്കുക, പഞ്ചറാവുക, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു സ്ഥലത്ത് മനസ്സില്ലാ മനസ്സോടെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ 2026 പൂയ നക്ഷത്രക്കാർക്ക് കാണുന്നു. അത് ഏത് തരത്തിൽ വേണോ നിങ്ങളുടെ ജാതകപ്രകാരം ഉള്ള ഫലങ്ങളുടെ ഇതിൽ ആഡ് ചെയ്തിട്ട് വേണം ഈ ഫലം എങ്ങനെ വരണം എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ജ്യോതിഷിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് പൊതുഫലമാണ്. ഈ പിന്നെ നമ്മളെ ഇവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാ പൂയ നക്ഷത്രക്കാർക്കും ഒരേപോലെ ഫലം വരണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. അപ്പം ജാതക ഫലവും ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് മാത്രമാണ് യഥാർത്ഥ ഫലങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഒരു തടയപ്പെടൽ അല്ലെങ്കിൽ ഒരു ബന്ധനാവസ്ഥ ഈ പൂയ നക്ഷത്രക്കാർക്ക് 2026 വരാനുള്ള ഒരു സാധ്യത 99% കാണുന്നത് കൊണ്ട് ഈ മേഖലകളിൽ നിന്നും അല്ലെങ്കിൽ ഈ പ്രശ്നം വരാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും നമ്മളൊന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ സമയത്തിനും ധനത്തിനും മനസ്സിനുമൊക്കെ വളരെ അനുകൂലമായ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യം പരിശോധിച്ച് നോക്കുമ്പോൾ ഭാഗ്യം ഇപ്പം ഇച്ചിരി കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ലോട്ടറിയൊക്കെ ഒരുപാട് എടുക്കുന്നവർക്ക് വലിയ പ്രതീക്ഷയൊന്നുമുള്ള ഒരു കാലഘട്ടമല്ല. അതുപോലെ ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടങ്ങൾ,
വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഇതൊക്കെ നടത്തുന്നവർക്ക് അത്ര നല്ല അനുകൂലമായ ഒരു കാലഘട്ടം അല്ല ഈ 2026. അപ്പോൾ അവർ ഇങ്ങനെ കാശൊക്കെ മുടക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു സമയം നമ്മൾ മുതൽ മുടക്ക് ചെയ്ത് ലാഭങ്ങൾ എടുക്കാനുള്ള ഒരു കാലതാമസം ഈ സമയത്ത് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഈ പറഞ്ഞ പോലെ ഭാഗ്യം ഇത്തിരി പിന്നെ പുറകോട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ കടമകൾ, നമുക്ക് കടമകൾ നിർവഹിക്കാൻ പറ്റാതെ തടസ്സപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ നമുക്ക് ദയാപൂർവമായി പെരുമാറാൻ പലപ്പോഴും പറ്റാതിരിക്കുക, മറ്റുള്ളവരുടെ മനസ്സിനെയോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനുള്ള ഇടവരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ സുഹൃതം, നമ്മുടെ സുഹൃത്തക്ഷയമാണ് ഇപ്പം കാണുന്നത്. അപ്പം നമ്മൾ പൂർവികമായിട്ട് ചെയ്തു വെച്ച സുഹൃതങ്ങളുടെ ലഭ്യത ഈ സമയത്ത് കുറവായിട്ട് കാണുന്നുണ്ട്. ഈശ്വരാനുഗ്രഹം കുറവായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലും ചെറിയ പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനങ്ങൾ നമ്മൾ എടുക്കുന്നവരാണെങ്കിൽ പോലും പല വ്രതങ്ങളും എടുത്ത് മുടങ്ങിപ്പോവാനുള്ള സാധ്യതയും പൂർത്തീകരിക്കാൻ പറ്റാതെ വഴിക്ക് വെച്ച് നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട്. എന്നിരുന്നാലും ഭക്തിയോടുകൂടി എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ 12 ഈ പറഞ്ഞ പോലെ പാവം വേഞ്ചപതനം വാമാമ്പകം സ്ഥാനഭ്രംശം ച വൈകല്യം. അപ്പോൾ നേത്രരോഗങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സില്ലാ മനസ്സോടെ ഉചിതമല്ലാത്ത കർമ്മങ്ങളിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം വരുന്നു. അതും ഈ പറഞ്ഞ പോലെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ വരവ് അനുസരിച്ചല്ല ചെലവ് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടവും ആയി കാണുന്നുണ്ട്. നമ്മുടെ ലോൺ ബാധ്യതകളിലൊക്കെ പോയി ചാടുവാനുള്ള ഒരു സാധ്യതയും അല്ലെങ്കിൽ അതിന് പിന്നെ സാഹചര്യങ്ങൾ നമ്മളെ തള്ളിവിടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ വാഹനങ്ങൾ മാറ്റി വാങ്ങുക ഇങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. കാരണം ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വലിയ കടങ്ങളിലോട്ട് പോയി ചാടുവാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ്. പൊതുവെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഈ ഒരു കാലഘട്ടം കടന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത് വരുന്ന കാലഘട്ടങ്ങൾ അനുകൂലമായിരിക്കും എന്നുള്ളത് സംശയമില്ല. പിന്നെ ഈ പറഞ്ഞത് നമ്മൾ വളരെ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിലും വളരെ മനസമാധാനം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു 2026 കാലഘട്ടം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ താളം തെറ്റാനും നമുക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ ചെലവുകൾ വന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ചെലവുകൾ ചുരുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാറ്റി വെച്ചിട്ട് അത്യാവശ്യമുള്ളതിന് മാത്രം ഇപ്പം കാശ് ചെലവാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും അല്ലെങ്കിൽ ചെലവ് വർദ്ധിച്ചു വരുന്നതിനും ഒരു പരിഹാരം കാണുവാനുള്ള ഒരു സാധ്യതയും കൂടെയാണ് ഈ നമ്മൾ മുന്നറിയിപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2026 നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കടന്നു പോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു സൂചനയാണ്. പിന്നെ ചെവിക്ക് ചെറിയ പ്രയാസങ്ങൾ വരാനോ കേൾവിക്കുറവ് വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ ചെറുജീവികൾ കാതിനകത്ത് കയറിപ്പോയി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുവാനുള്ള ഒരു സാധ്യത 2026 പൂയ നക്ഷത്രക്കാർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഒന്ന് കാതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജീവികൾ കയറി വരാൻ സാധ്യതയുള്ള ഒരു കിടപ്പ് മുറിയാണ് നിങ്ങളുടെതെങ്കിൽ ജനലും വാതിലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അടച്ചോ അതൊക്കെ നോക്കിയിട്ട് കിടക്കുക. കാരണം ചെവി സംബന്ധമായി ചെറിയ പ്രയാസങ്ങൾ വന്ന ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതുപോലെ കണ്ണിനും പ്രയാസം വരാനുള്ള സാധ്യത ഈ സമയത്ത് സൂചിപ്പിക്കുന്നു. ഈ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ചിലപ്പം കിട്ടണമെന്നില്ല. കിട്ടിയ അവസരത്തിൽ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതോ അല്ലെങ്കിൽ സാലറിയിൽ പറഞ്ഞതുപോലെ ആയിരിക്കത്തില്ല അവിടെ പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് നമുക്ക് ഉചിതമാണെങ്കിൽ മാത്രം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക. അതുപോലെ വിദ്യാ സംബന്ധമായും അല്ലെങ്കിൽ ജോലി സംബന്ധമായും വിദേശത്ത് പോകുന്നവരെ ഒന്ന് ശ്രദ്ധിച്ച് പോകേണ്ട സമയമാണ്, പ്രത്യേകിച്ച് പൂയ നക്ഷത്രക്കാർ. അതുപോലെ തന്നെ നമുക്ക് ഈശ്വര വിശ്വാസത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനൊപ്പം നമുക്ക് സമയത്ത് പ്രാർത്ഥനകളും ഈശ്വര ജപങ്ങളും അല്ലെങ്കിൽ ഈശ്വര നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും അതിന് കുറവ് വരും. അല്ലാത്തവർക്ക് കൂടുതൽ ഈശ്വരനിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സമയക്കുറവ് ആണ് എന്ന് പറയുമെങ്കിലും ഒന്നിലും ഒരു താല്പര്യമില്ലാതെ ഈ ബുദ്ധിമുട്ടുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഭഗവാന്റെ തലയിൽ അല്ലെങ്കിൽ ഈ ദൈവങ്ങളുടെ തലയിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ രക്ഷപ്പെടുന്ന ഒരു പ്രവണത ഈ പൂയ നക്ഷത്രക്കാർക്ക് ഈ ഒരു 2026 കാണുന്നുണ്ട്.
നല്ലതാണ്. തീർച്ചയായിട്ടും ഈശ്വരനെ ഭജിക്കുക. നിങ്ങളുടെ ഈ ദോഷവശങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും പിന്നെ ഇടയാകട്ടെ. വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ശിവനെ ഭജിക്കുന്നതും ഈ സമയത്ത് ചാരവശാലുള്ള ഫലങ്ങൾ മാറാൻ സഹായിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ രാഹുവിനെ സംബന്ധിച്ച് സർപ്പദോഷങ്ങൾ അല്ലെങ്കിൽ സർപ്പത്തിനെ സ്വപ്നം കാണുക തുടങ്ങിയ ദോഷഫലങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനും ഈ പറഞ്ഞതുപോലെ ഐല്യത്തിനൊക്കെ മുടങ്ങാതെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സമയത്തെ പ്രയാസങ്ങൾ മാറി അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കട്ടെ 2026 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.